പശ്ചിമ ബംഗാളിൽ മിക്കവാറും മെയ് 9-ന് സുവേന്ദു അധികാരി ബംഗാളിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ഈ സത്യപ്രതിജ്ഞ നടക്കുക എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. എന്തുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ BJP തിരഞ്ഞെടുത്തത്? ബംഗാളിലെ ഹിന്ദു പാരമ്പര്യം മടക്കിക്കൊണ്ടുവരിക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് മംഗളകരമായ തുടക്കമെന്നോണമാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനം തന്നെ BJP സത്യപ്രതിജ്ഞ ചടങ്ങായി ആ ഒരു ദിവസമായി തിരഞ്ഞെടുത്തത്. ബംഗാളിൽ കഴിഞ്ഞ 15 വർഷമായി തൃണമൂൽ സർക്കാർ പ്രോത്സാഹിപ്പിച്ച ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റവും മുസ്ലിം ഗുണ്ടായസവും ചേർന്ന് ബംഗാളിന്റെ സമ്പന്നമായ ഹിന്ദു പൈതൃകത്തെയും സംസ്കാരത്തെയും തകർത്തിരുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതകളും അതോടൊപ്പം തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരവും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ ഉൾപ്പെടെയുള്ളവർ സൃഷ്ടിച്ച സാഹിത്യ കൃതികളും ചേർന്ന് വലിയൊരു സമ്പന്ന പൈതൃകം ബംഗാളിനുണ്ടായിരുന്നു. വൈഷ്ണവ സംസ്കാരം ബംഗാളിൽ കൊണ്ടുവന്ന ചൈതന്യ മഹാപ്രഭുവും ബംഗാളിന്റെ ഹൈന്ദവ പൈതൃകത്തിന്റെ ഭാഗമാണ്. രവീന്ദ്ര സംഗീതവും വന്ദേ മാതരവും വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ സാഹിത്യവുമെല്ലാം ബംഗാളിന്റെ നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയ ഘടകങ്ങളായിരുന്നു. എന്നാൽ ഇതെല്ലാം ഇന്നത്തെ ബംഗാളിന് അന്യമാണ്. ആ വേരുകളിലേക്ക്, സമ്പന്ന പൈതൃകത്തിലേക്ക് ബംഗാളി ജനതയെ മടക്കിക്കൊണ്ടുവരാനാണ് BJP ശ്രമം. എന്നാൽ കഴിഞ്ഞ 15 വർഷത്തെ ഭരണത്തിൽ ഇതെല്ലാം താറുമാറായി തകർന്ന് തരിപ്പണമായി. ഇപ്പോഴിതാ വീണ്ടും ഒരു ഹിന്ദു സംസ്കാരത്തിന്റെ ശക്തമായ പുനരുദ്ധാരണം തന്നെയാണ് BJP സർക്കാർ പശ്ചിമ ബംഗാളിൽ ലക്ഷ്യമിടുന്നത്. ഇതിന് നിരവധി പദ്ധതികളും രൂപകൽപ്പനയും ചെയ്തിട്ടുണ്ട്. ഇക്കുറി ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നതിനേക്കാൾ ജയ് മാ കാളി, ജയ് മാ ദുർഗ തുടങ്ങിയ മന്ത്രങ്ങളായിരുന്നു BJP പ്രവർത്തകർ പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പിന് ഉടനീളം ഉയർത്തിയത്. ബംഗാളിന്റെ ശക്തമായ സംസ്കൃത പാരമ്പര്യത്തെ ഉണർത്തുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിട്ടത്. ബംഗാളിലെ സമ്പന്നമായ ഹിന്ദു പൈതൃകം പുനർജീവിപ്പിക്കാൻ വേണ്ടി വന്ദേ മാതര മ്യൂസിയം തുറക്കും. ഇത് BJP പ്രവർത്തകർക്ക് നൽകിയ വാഗ്ദാനമായിരുന്നു. പശ്ചിമ ബംഗാളിൽ ബംഗാളിലെ പ്രധാന ഹിന്ദു ആരാധനാലയങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ശക്തിപീഠ സർക്യൂട്ട് തുറക്കും. ഇത് BJPയുടെ ഒരു പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. ഗംഗാസാഗർ മേള, ഭാരുണി മേള, മഹേശ്വർ രഥയാത്ര തുടങ്ങിയ ആഘോഷങ്ങൾ വീണ്ടും തിരിച്ചുകൊണ്ടുവരും എന്ന BJP വാക്ക് നൽകിയിട്ടുണ്ട്. പശ്ചിം ബർധാമിലെ ദുർഗാമാതാ ക്ഷേത്രം കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ തുറന്നുകൊടുത്തിരുന്നു. മമതാ സർക്കാരിന്റെ കാലത്ത് അടച്ചുപൂട്ടിയ ക്ഷേത്രങ്ങളെല്ലാം തുറന്നുകൊടുക്കുമെന്ന് BJP ഒരു വാഗ്ദാനം നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്ന അന്ന് തന്നെ ഈ ഓരോ ക്ഷേത്രങ്ങളായിട്ട് BJP തുറന്നുകൊടുക്കുകയാണ്. നൂറുകണക്കിന് ക്ഷേത്രങ്ങളാണ് മമതയുടെ ഭരണത്തിൽ തകരുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തത്. കഴിഞ്ഞ 15 വർഷത്തെ മമതയുടെ ഭരണത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം പലപ്പോഴും അടിച്ചമർത്തപ്പെട്ടിരുന്നു. ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും രാമനവമി കൊണ്ടാടാനും അന്നേരം എല്ലാ ഭക്തർക്കും അവിടെ സ്വതന്ത്രമായി ആരാധന നടത്താനും അവസരമുണ്ടാകുമെന്നാണ് പശ്ചിമ ബംഗാളിൽ അതുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിൽ ഇനി നവരാത്രിയും ഉൾപ്പെടെയുള്ള ഹിന്ദുക്കളുടെ ആചാരം ഇനി ഒരു പ്രശ്നവുമില്ലാതെ, ഒരു കലാപവുമില്ലാതെ ഭംഗിയായി അവർ കൊണ്ടാടും എന്നതാണ് യഥാർത്ഥ കാര്യം. ഇനിയിപ്പോൾ ഒക്ടോബർ മാസം, അതായത് ഒരു 2-3 മാസം കഴിയുമ്പോൾ ഇനി നവരാത്രിയാണ്. നവംബർ ഒക്ടോബർ മാസം നവരാത്രിയാണ്. അത് പശ്ചിമ ബംഗാളിലടക്കം വലിയ രീതിയിൽ കൊണ്ടാടും ഒരു ഉത്സവമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.